ഹായ് ഗേസ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഒരു ചുരിദാർ വാങ്ങിക്കാനായിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ എത്തി. അപ്പൊ നമുക്ക് അറിയില്ല അവിടെ എവിടെയാണ് ഈ ചുരിദാറിന്റെ സെക്ഷൻ. അപ്പൊ അതെങ്ങനെയാ ചോദിക്കാം? പ്ലീസ് ടെൽ മീ വേർ ഈസ് ദ സെൽവാർ സെക്ഷൻ ഈസ്. പ്ലീസ് ടെൽ മീ വേർ ഈസ് ദ സെൽവാർ സെക്ഷൻ ഈസ്. സെൽവാർ സെക്ഷൻ എവിടെയാണെന്ന് ദയവായി എന്നോട് പറയൂ. സെൽവാർ സെക്ഷൻ എവിടെയാണെന്ന് ദയവായി എന്നോട് പറയൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മള് ഇപ്പോ ഡ്രസ്സൊക്കെ ചുരിദാർ സെക്ഷനിൽ എത്തി. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ നമ്മുടെ സൈസ് അല്ല. അപ്പൊ അതിന്റെ ഡിഫറെന്റ് സൈസ് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കാം? ഈസ് ദിസ് ഡ്രസ് അവൈലബിൾ ഇൻ ഡിഫറെന്റ് സൈസ്. ഈസ് ദിസ് ഡ്രസ് അവൈലബിൾ ഇൻ ഡിഫറെന്റ് സൈസ്. ഈ വസ്ത്രം വ്യത്യസ്ത വലുപ്പത്തിൽ ലഭ്യമാണോ? ഈസ് ദിസ് ഡ്രസ് അവൈലബിൾ ഇൻ ഡിഫറെന്റ് സൈസ്. ഈ വസ്ത്രം വ്യത്യസ്ത വലുപ്പത്തിൽ ലഭ്യമാണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പൊ നമ്മൾ ചുരിദാറാണല്ലോ എടുക്കുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ട ചുരിദാർ ഏത് മെറ്റീരിയലിലുള്ളതാണെന്ന് നമുക്കറിയണം. അതെങ്ങനെ ചോദിക്കുക? വാട്ട് മെറ്റീരിയൽ ഈസ് ദിസ് മെയ്ഡ് ഫ്രം. വാട്ട് മെറ്റീരിയൽ ഈസ് ദിസ് മെയ്ഡ് ഫ്രം. ഇത് ഏത് മെറ്റീരിയലിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്? വാട്ട് മെറ്റീരിയൽ ഈസ് ദിസ് മെയ്ഡ് ഫ്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എനിക്കൊരു കിഴിവ് ലഭിക്കുമോ? നമ്മളെല്ലാരും ചോദിക്കാറുണ്ട് അല്ലേ, അതിന് എന്തെങ്കിലും കുറച്ച് തരുമോ എന്ന് അല്ലേ. അപ്പൊ അതെങ്ങനെയാ ചോദിക്കുക? ക്യാൻ ഐ ഗെറ്റ് എ ഡിസ്കൗണ്ട്. ക്യാൻ ഐ ഗെറ്റ് എ ഡിസ്കൗണ്ട്. എനിക്കൊരു കിഴിവ് ലഭിക്കുമോ? ക്യാൻ ഐ ഗെറ്റ് എ ഡിസ്കൗണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മൾ ഓരോ ടെക്സ്റ്റൈൽ ഷോപ്പിലും സീസണുകൾക്ക് അനുസരിച്ചാണ് ഡ്രസ്സുകൾ ഇറക്കുന്നത് അല്ലെ, പുതിയ പുതിയ മോഡലുകൾ. അപ്പൊ അവിടെ ഉണ്ടോ ചോദിക്കണം. പുതിയ സീസണൽ കളക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കാം? ആർ ദർ എനി ന്യൂ സീസണൽ കളക്ഷൻസ്. ആർ ദർ എനി ന്യൂ സീസണൽ കളക്ഷൻസ്. പുതിയ സീസണൽ കളക്ഷൻസ് ഉണ്ടോ? പുതിയ സീസണൽ കളക്ഷൻസ് ഉണ്ടോ? ആർ ദർ എനി ന്യൂ സീസണൽ കളക്ഷൻസ്. അടുത്ത നമ്മൾ ചോദിക്കാൻ പോകുന്നത്, നമുക്കിപ്പോ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അൾട്ടർ ചെയ്യേണ്ടി വരും അല്ലെ, അൾട്രേഷൻ ചെയ്യേണ്ടി വരും നമ്മളെ സൈസിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് സർവീസ് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കണം. ഡു യു ഓഫർ ഓൾട്രേഷൻസ്. ഡു യു ഓഫർ ഓൾട്രേഷൻസ്. ഡു യു ഓഫർ ഓൾട്രേഷൻസ്. നിങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് നമ്മൾ എടുത്ത ഡ്രസ്സിന്റെ ഇത് കുറച്ച് വില കൂടുതലാണ്. അപ്പൊ അതിലും വില കുറഞ്ഞ ഇത് ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം. അപ്പൊ അതെങ്ങനെയാ ചോദിക്കുക? ഈസ് ദർ എനിത്തിങ് ചീപ്പർ ഹിയർ. ഈസ് ദർ എനിത്തിങ് ചീപ്പർ ഹിയർ. ഇതിലും വില കുറഞ്ഞത് ഇവിടെയുണ്ടോ? ഈസ് ദർ എനിത്തിങ് ചീപ്പർ ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് എന്റെ ശരിയായ വലിപ്പത്തിലുള്ള വസ്ത്രം നിങ്ങൾക്ക് ലഭിക്കുമോ? അതായത് ഇപ്പോ സൈസുകളൊന്നും കറക്റ്റ് അല്ല. അപ്പൊ എന്റെ ഒരു സൈസിലുള്ള ഡ്രസ്സ് എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കുക? ക്യാൻ യു ഗെറ്റ് മൈ കറക്റ്റ് സൈസ് ഡ്രസ്. ക്യാൻ യു ഗെറ്റ് മൈ കറക്റ്റ് സൈസ് ഡ്രസ്. ക്യാൻ യു ഗെറ്റ് മൈ കറക്റ്റ് സൈസ് ഡ്രസ്. എന്റെ ശരിയായ വലിപ്പത്തിലുള്ള വസ്ത്രം നിങ്ങൾക്ക് ലഭിക്കുമോ? എന്റെ ശരിയായ വലിപ്പത്തിലുള്ള വസ്ത്രം നിങ്ങൾക്ക് ലഭിക്കുമോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മോഡേൺ ഡ്രസ്സും ട്രഡീഷണൽ ഡ്രസ്സും ഉണ്ടോ എന്ന് ചോദിക്കണം. അതായത് മോഡേൺ ഡ്രസ്സും ട്രഡീഷണൽ ഡ്രസ്സും ഇവിടെ കിട്ടുമോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ക്യാൻ ഐ ഗെറ്റ് മോഡേൺ ഡ്രസ് ആൻഡ് ട്രഡീഷണൽ ഡ്രസ് ഹിയർ. ക്യാൻ ഐ ഗെറ്റ് മോഡേൺ ഡ്രസ് ആൻഡ് ട്രഡീഷണൽ ഡ്രസ് ഹിയർ. ക്യാൻ ഐ ഗെറ്റ് മോഡേൺ ഡ്രസ് ആൻഡ് ട്രഡീഷണൽ ഡ്രസ് ഹിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് കുട്ടികളുടെ ഡ്രസ്സ് എവിടെയാണെന്ന് നമുക്ക് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കുക? വേർ ആർ ദ ചിൽഡ്രൻസ് ഡ്രസ്സസ്. വേർ ആർ ദ ചിൽഡ്രൻസ് ഡ്രസ്സസ്. കുട്ടികൾക്കുള്ള ഡ്രസ് എവിടെയാണ്? ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.